ഹലോ ഗൈസ്, ആരോടും ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിന് ഒരു 3 പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. പോയിൻ്റ് നമ്പർ 1, ആരൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും പോയാലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് ഡ്രീംസ് ഉണ്ടാവും, അത് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പോയിൻ്റ് നമ്പർ 2, നിങ്ങൾ പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം, ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക എന്നതാണ്. കാരണം മനുഷ്യ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ് ഒരു വ്യക്തിയെ പുതിയതായിട്ട് പരിചയപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിയെപ്പറ്റി കൂടുതലായിട്ട് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക എന്നത്. നമ്മളെപ്പറ്റി പെട്ടെന്ന് കുറേ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ആ ഒരു ക്യൂരിയോസിറ്റി പെട്ടെന്ന് നഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ പിന്നീട് ഒരു മടുപ്പാവുകയും ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും മുന്നോട്ട് പോവുക. അതിനാൽ തന്നെ ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി കൊടുത്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയായിരിക്കും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫിൽറ്റർ ഇട്ടതുപോലെ ഒരു വ്യക്തിയെ നിങ്ങൾ വീക്ഷിക്കുക. കാരണം ഇപ്പോൾ പരിചയപ്പെടുമ്പോഴുള്ള ആ ഒരു ക്യാരക്ടറായിരിക്കില്ല കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ വിശ്വസിക്കാതെ കുറച്ച് മാസങ്ങളെങ്കിലും ഒരു ഗ്യാപ്പിട്ട് ആ ഒരു വ്യക്തിയെ വീക്ഷിച്ചതിന് ശേഷം മാത്രം കൺഫേം ചെയ്യുക ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് സൂറ്റബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണോ അല്ലയോ എന്ന്.